ജീസസ്. യെസ് കൃഷ്. എന്നാലും നിങ്ങൾ 5,000 പേർക്ക് എങ്ങനെ കൊടുത്തേ? ഒരു 15 പേരൊക്കെയാണെ ഓക്കെ. അതിപ്പോ അന്നങ്ങനെ ഒരു സിറ്റുവേഷൻ മൈൻഡ് ചെയ്തപ്പോ ചെയ്യേണ്ടി വന്നു. എന്നാലൊരു മയമൊക്കെ ഉണ്ട്. 5,000 പേരെന്നൊക്കെ പറയുമ്പോ ഇച്ചിരി ഓവറല്ലേ? അന്നിപ്പം കാറ്ററിംഗ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ തന്നെ എല്ലാം മാനേജ് ചെയ്യേണ്ടി വരും. ദൈവമായി പോയില്ലേ? അങ്ങനെയാണ് നിങ്ങൾ വെള്ളത്തിന്റെ മണ്ടയിൽ കൂടെ നടന്നു. അങ്ങനെയാണല്ലേ എനിക്കും പറയാനുണ്ട്. ഇച്ചിരി ഇല്ലാത്ത താനൊരു വലിയ മലയെടുത്ത് പൊക്കുക, പാമ്പിനെ തല്ലിക്കൊന്നിട്ട് അതിന്റെ പുറത്ത് കയറിയിരുന്ന് കുച്ചിപ്പുടി കളിക്കുക, എന്നിട്ടോ വാ തുറക്കാൻ നേരത്ത് തന്റെ വായിക്കകത്ത് മുഴുവൻ പ്രപഞ്ചം. അപ്പൊ താൻ എവിടെ നിൽക്കുന്നത്? തന്റെ വായിക്കകത്തോ? ഇതൊക്കെ പോട്ടെന്ന് വെക്കാം. പാഞ്ചാലിക്ക് അൺലിമിറ്റഡ് സാരി സപ്ലൈ ചെയ്തോ? അത് അവളുടെ മാനം കാക്കണ്ടേ? അയ്യേ, വലിയൊരു ബാഹുബലി വന്നിരിക്കുന്നു. എന്നിട്ടായിരിക്കും പണ്ട് പെണ്ണുങ്ങൾ കുളിക്കാൻ നേരത്ത് കുളിക്കടവിൽ നിന്ന് തുണി എടുത്തുകൊണ്ട് പോയി മരത്തെ തൂക്കിയിട്ടിരുന്ന് സീൻ പിടിച്ചത്. നമ്മളെന്തൊക്കെയാ പറയുന്നേ? നമുക്കെന്താ പറ്റിയേ? അത് ശരിയാണല്ലോ. ഏയ് കൃഷ്. യെസ് മിസ്റ്റർ ജീസസ്. താനിതുവരെ ഇതിനകത്ത് വെള്ളം നിറച്ച് കഴിഞ്ഞില്ലേ? എന്നാ ചെയ്യാനാന്നേ, വലിയ തേങ്ങയും ചെറിയ തുളയും. വലിയ തുളയിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ വിനായക കേൾക്കത്തില്ല. അതെങ്ങനെയാ? പുള്ളി ഇപ്പൊ നാട്ടിലല്ലേ, മിത്തെന്നോ വിത്തെന്നോ ഒക്കെ പറയുന്നു. അതൊക്കെ വിട്. ഞാനിപ്പോ ഒന്ന് വേറൊരു കാര്യം ചോദിക്കാം. എന്നാ? കഴിഞ്ഞ ദിവസം എന്റെ അടുക്ക് ഒരുത്തം വന്ന് പ്രാർത്ഥിക്കുക, അവന് ഭാര്യയിൽ നിന്ന് മോചനം വേണമെന്ന്. അയിന് അല്ല, താൻ എങ്ങനെ ഈ 16,008 ഭാര്യമാരെയൊക്കെ ഹാൻഡിൽ ചെയ്ത്? ആ ടെക്നിക്ക് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിള്ളേരോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അതിനാ അത് പറഞ്ഞു കൊടുത്താലേ 1 കെട്ടി പോറ്റാൻ പറ്റാത്തമാരൊക്കെ 100 കെട്ടും. എന്തുവാടേ ഒന്ന് പറഞ്ഞാടേ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. താൻ എങ്ങനെ വെള്ളം മീഞ്ഞാക്കി എന്ന് പറ. ഇവനൊക്കെ കെട്ടായിരിക്കുന്നതന്നെ നല്ലത്. പാറു, രാധ